ഇനി നമുക്കൊരു ചോക്കോ കാരമൽ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. ശേഷം അതിലോട്ട് 10 ഗ്രാം ബട്ടർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ഓർ വിപ്പിംഗ് ക്രീം ഏതെങ്കിലും 1/4 കപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് ആവശ്യമില്ല. ശേഷം ബീറ്റ് ചെയ്ത ക്രീമിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് കാരമൽ സോസ് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് ശേഷം ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. ഈ സെയിം പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ദെൻ തേർഡ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ചെറിയ ക്രീമിൽ ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം ബാക്കി ക്രീം ഉപയോഗിച്ച് കേക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. കേക്ക് ഷേപ്പ് ചെയ്ത് സൈഡിലും മുകളിലും ക്രീം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗണാഷ് മുകൾ ഭാഗം മാത്രം ഞാൻ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രിപ്പ് ചെയ്യുന്നില്ല. മുകൾ ഭാഗം മാത്രം ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ബാക്കി വന്നിട്ടുള്ള കാരമൽ സോസ് ഇതിന് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേക്കിൽ. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.